ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇവർക്ക് നല്ലൊരു സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൻ്റെ എല്ലാ ആശംസകളും നേരാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചൊരു പെൺകുട്ടിയുടെ ഒരു അനുഭവമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈശോയുടെ ചുറ്റും ഇങ്ങനെ ജനം ഇങ്ങനെ തിക്കിക്കൂടാണ്. അതിനിടയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, എന്നെ ആരോ തൊട്ടു. എന്നാലോചിച്ച് നോക്കി, ഈ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടന്നു പോകുന്ന ക്രിസ്തു ചോദിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? ഇത്രയും പേര് അവന് ചുറ്റും ഇങ്ങനെ തിക്കി കൂട്ടിയിട്ടും എന്നെ ഒരാൾ തൊട്ടു എന്ന് ചോദിക്കണം. അതുകൊണ്ടല്ലേ പത്രോസൊക്കെ പറയണത്, കർത്താവ് നിന്നെ ചുറ്റും എല്ലാവരും ഇങ്ങനെ ചുറ്റി കൂടി ഇങ്ങനെ നിൽക്കണമ്പോൾ നീ എന്താണ് ഈ പറയണത്? ശരിക്കും പറഞ്ഞാൽ ഈശോ നീ മണ്ടത്തരമാണ് ഈ പറയണതെന്ന് തന്നെ പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഈശോ പറയണത്, അല്ല, എന്നെ ഒരാൾ തൊട്ടിട്ടുണ്ട്. ഒരു ജനക്കൂട്ടം മുഴുവൻ അവൻ്റെ മുമ്പിൽ ആരവം വെക്കുമ്പോഴും അവൻ്റെ ചുറ്റും ഇങ്ങനെ തിക്കിക്കൂട്ടുമ്പോഴും ഒരാൾ മാത്രം തൊടുന്നൊരനുഭവം, അവിടെയാണ് ഈശോ അതിനെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യണത്. ഈശോ പറയുന്നത് തിക്കിക്കൂട്ടുന്ന ജനത്തെക്കുറിച്ചല്ല, ഒരു വ്യക്തിപരമായ അനുഭവത്തിലേക്ക് എന്നെ തൊട്ട ഒരുവൻ, അവളാണ് ഈ 12 വർഷത്തെ രക്തസ്രാവമുള്ളവൾ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, നമ്മൾക്കിങ്ങനെ ജനപ്പെരുപ്പത്തിൻ്റെ കൂടെ നടക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു വ്യക്തിപരമായ അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവ് എന്ന് പറയുന്നൊരു ഈശോയെ തൊട്ട് അറിയുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി സ്നേഹിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക് ഞാൻ വിളിച്ചു ചേർക്കുന്ന ഒരു സ്നേഹമായി മാറുന്നിടത്താണ് യഥാർത്ഥ ഒരു ആത്മീയത ഉണ്ടാവണം. ഈ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, ദൈവമേ, എന്നെ ഒരു ജനക്കൂട്ടമാക്കി മാറ്റാതെ, അതിൻ്റെ ആരവങ്ങളിൽ ഞാൻ മുഴുകി പോവാതെ, ഒരു വ്യക്തിപരമായി നിന്നെ തൊടുന്ന, നിന്നെ സ്പർശിക്കുന്ന, നിന്നിൽ നിന്ന് ശക്തി സ്വാംശീകരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാക്കി എന്നെ മാറ്റണമേ. ആത്മീയത ഒരു ജനക്കൂട്ടത്തിൻ്റെ ആഘോഷമല്ല, ഒരു വ്യക്തിപരമായ അനുഭവമാണ്, ഞാനും എൻ്റെ ദൈവവും. അവിടെയാണ് യഥാർത്ഥ ആത്മീയത കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവത്തിലേക്ക് എൻ്റെ വിശ്വാസ ജീവിതത്തെ ഉയർത്തണമേ എന്ന് ഈ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ